അപ്പോൾ ചങ്ങായി വരാ. അപ്പം ഇന്നൊരു ഒഴിവ് ദിവസമാണ്. അപ്പം എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റഷീദ് പറഞ്ഞിട്ടാ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല മീൻ പൊള്ളിക്കുന്ന ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. വൈബൻ ചെക്കന്മാർക്ക് പറ്റും, അതുപോലെ തന്നെ ഐസിലിടാത്ത മീൻ തിന്നാൻ ആഗ്രഹിക്കുന്ന വല്യന്മാർക്ക് പറ്റും. പിന്നെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് മീൻ വാങ്ങിയാണ്ട് വരാം. ഓക്കെ, നല്ല അടിപൊളി ഫ്രഷ്. അപ്പോൾ നമ്മളെ മീൻ വാങ്ങാൻ വേണ്ടി പോട്ടെ. നല്ല അടിപൊളി ഫ്രഷ് മീൻ, ഫ്രഷ് വാട്ടറിൽ വളർന്ന അടിപൊളി. ഏതാ വാങ്ങാൻ നിൽക്കണ്ടേ? ചെമ്പല്ലിയ, അതല്ലെങ്കിൽ കാളാഞ്ചി, ചെമ്പല്ലി, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇരിയിൽ. ഈ മീന നമ്മൾ ഫ്രഷ് വാട്ടറിൽ വളർന്ന മീന, ആ ഇതിലുള്ള ഏറ്റവും വലുത് വാങ്ങിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ തവ ചെയ്യും. അതിനുള്ള പരിപാടി കേട്ടാ. അപ്പോൾ ചങ്ങന്മാരാ, വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി. ഇങ്ങൾക്കോ നിങ്ങളെ ചങ്ങായിമാർക്കോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഞങ്ങൾ ഈ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് നമ്മളെ പാലത്തിങ്ങൽ, ചീർപ്പിങ്ങൽ, നൂക്കട്ടിൽ നല്ല പുഴയിൽ ഫ്രഷ് വാട്ടറിൽ വളർന്ന കൂട്ടിൽ വളർന്ന മീനെ പിടിക്കാനാട്ടാ. ഈ മീനും കൂടും നമ്മൾ അഷറഫാക്കാൻ്റെ ആണ്. അപ്പം മീൻ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അഷറഫാക്കാനുമായിട്ട് ബന്ധപ്പെടാൻ ഈ നൂക്കട്ടിൽ വന്നാൽ മതി. ഓക്കെ, റഷീദ് വക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വക്കറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് ജീവനോടെ മീനെ കൊണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ച ഒരു രക്ഷയില്ലാട്ടാ. എന്താ പറയുക, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഒരു സംഗതി. നമുക്കിതൊരു വില ഇല്ലാത്ത സ്ഥലമാണ്, പക്ഷെ പുറത്തുള്ളവർക്ക് ഇത് ഭയങ്കര സംഭവമാട്ടാ. അപ്പോൾ നമ്മൾ കൂടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. തോണിയൊക്കെ കിട്ടുകയാണ്. നമ്മളുടെ കൂടെ അഷ്റഫാക്കാൻ്റെ മോനും ഉണ്ട് കേട്ടാ. അപ്പോൾ ഓന് ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ മീനുകൾക്ക് നിലവിൽ തീറ്റ കൊടുക്കട്ടാ. അതിലുള്ള മീനുകൾക്ക് ഓന് തീറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട്. മീനുകൾ തീറ്റ കിട്ടിയപ്പോൾ മേലൊക്കെ ഇങ്ങനെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ അടക്കണി കാഴ്ചകൾ, മീനുകൾ കൂട്ടിലിങ്ങനെ കെടുന്നും മറിയാണ്. അപ്പോൾ ഈ കൂട്ടിൽ നിലവിൽ കാളാഞ്ചി ഉണ്ട്, ചെമ്പല്ലി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഇരീനും ഉണ്ട് കേട്ടാ. ശരിക്കും പറഞ്ഞാലേ നമ്മളെ ചീർപ്പിങ്ങള് നല്ല കാണാൻ നല്ല മുഞ്ചുള്ളൊരു സ്ഥലത്ത് തന്നെയാണ്. നമ്മളവിടെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇതൊന്നും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അവിടുന്നുണ്ട് ഒറ്റക്കര്. ആ അതന്നെ ആടാ. വരുമ്പോ ബന്ധത്തോളി ഞാൻ കുടിച്ചു. ചെറുതേ അങ്ങോട്ട് തന്നെ ഇട്ടാളി, നമുക്ക് വലുത് മാത്രം മതി. എന്താ എടക്കണ കാളാഞ്ചി രണ്ടെണ്ണം നമ്മൾ തോണിക്ക് എടുത്തിട്ടിക്കണ്, രണ്ടെണ്ണം പതിയിൽ എതുക്കണ്. സാധനം കണ്ടോ റഷീദവാ? കിടക്കണ ചെങ്ങ പോരെ. അപ്പൊ നമ്മളെ കാളാഞ്ചി കുട്ടന്മാരെ മീനിന്റെ പിടുത്തൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പൊ ഏകദേശം 4 നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഓരോ കിലോന് 1,200 1,100 ഒക്കെ ആയിരിക്കും ഇതിന്റെ വെയിറ്റ് വരുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് നേരെ ഇത് മേലെ കൊണ്ടുപോയിട്ട് നമുക്ക് തൂക്കി നോക്കണം, ഇതിന്റെ വെയിറ്റ് എത്ര ഉണ്ട് നോക്കണം. ഓക്കെ, നല്ല പെടക്കണ കാളാഞ്ചിയല്ല അല്ലേ, എന്താണ് സാധനം. നമ്മൾ ഏതായാലും വന്നതല്ലേ, പിന്നെ നമ്മൾ വെറും കൈയോടെ പോകണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇരീനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോൻ്റെ അടുത്തുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് കാളാഞ്ചിയാണ് ആവശ്യം. അപ്പം നമുക്ക് നേരെ മുകളിൽ കൊണ്ടുപോയി കണ്ടിട്ടൊന്ന് തൂക്കി നോക്കാം എത്ര വെയിറ്റ് ഉണ്ടെന്ന്. എത്രയുണ്ട്? 1 150, 2 3 4. ഇപ്പം 4 ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. എത്ര റേറ്റ് വരുന്നുണ്ട്? 3,900. 4 കാളാഞ്ചി ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് 3,900 ഉണ്ട് കേട്ടോ. ഇത് നല്ല ഫ്രഷ് അടിപൊളി മീൻ. എത്ര രൂപയ്ക്കുണ്ട്? 2,340. 2,300. ഓക്കെ, സെറ്റ്. അതാ കായ എടുക്കണം കണ്ടോളിട്ടാ നീ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇനി നേരെ അടുത്ത സെക്ഷൻ. അപ്പം
പിന്നെ ചങ്ങന്മാരെ അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നവരെ ഈ മീനും ബക്കറ്റിലാക്കിയാണ്ട് ബൈക്കുമ്മ കയറിയാണ്ട് നേരെ എങ്ങോട്ടാ പോകുന്നല്ലേ. എന്നാൽ പിന്നെ ബാക്കിയും കൂടി അങ്ങോട്ട് കേട്ടോളി നിങ്ങൾ. നമ്മളെ കൂടെ തന്നെ പിടിച്ചോളി. ഈ റൂട്ട് ഏകദേശം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നുള്ളത്. അതന്നെ നമ്മളെ കടലോണ്ടി കടവ് പാലം കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. റഷീദിനോട് പറഞ്ഞത് ഹോട്ടൽ മറക്കാന എന്ന ഹോട്ടലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള പോക്കാട്ടാ റെസ്റ്റോറൻറ്റ് ഹോട്ടലിലേക്ക്. അപ്പോൾ അവിടെ ആകുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് വല്ലാണ്ട് പണി കുറഞ്ഞിട്ടും ചെയ്യും. നമുക്ക് നല്ല അടിപൊളിയിൽ ഒരു സാധനം ഉണ്ടാക്കി തരും. യെസ്, അപ്പം നമ്മളെ മീനെത്തി നമ്മളെ ഹോട്ടലിലെത്താനായി. റഷീദ് പറഞ്ഞത് നോക്കണമെങ്കിൽ ഇതാണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഇനി മീൻ കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ ഒരുപാട് മീനുകൾ ഐസിലിട്ട് വെച്ചിട്ടുണ്ട്. ആമൂറ്, അതുപോലെ തന്നെ കോര. അപ്പോൾ ഇവിടെ ഒരു കിലോന് 1200 റുപ്യാണ് പൊള്ളിച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതന്നെയാണ് മെച്ചം. കാരണം നമുക്ക് ആകെ 900 രൂപ കൊണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും ചെയ്യും. കാളാഞ്ചി നമ്മൾ അവിടുത്തെ ഫ്രഷ് വാട്ടറിൽ നിന്ന് പിടിച്ചതാ. വളർത്തുന്ന ആ ഓലൊക്കെ പിടിക്കണം. ആ അപ്പൊ പിടിച്ചിട്ടുള്ളൂ, നേരെ പിടിച്ചിട്ടുണ്ട് കൊണ്ടുവരാണ്. പരപ്പാടി പാലത്തിന് അവിടെ പോയി തന്നെ വളർത്തുന്നതാണ്. ഇതിനുണ്ട്, ചെമ്പല്ലിയുണ്ട്, എല്ലാം ഉണ്ട്. എത്ര റേറ്റ്? 3,890. എന്നാ പിന്നെ ചങ്ങന്മാരെ നമ്മളെ കയ്യിലുള്ള മീനിനെ നമ്മൾ ആ ഹോട്ടലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നാൽ മതി. 1.5 മണിക്കൂർ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി പൊള്ളിച്ചിട്ട് നമുക്ക് മീൻ അങ്ങോട്ട് തരും. നമുക്ക് ഇവിടെ 1 കിലോ മീനിന് 350 റുപ്യാണ് ഇവർ പൊള്ളിച്ച് തരണ്ടിന് ഇവർ ഈടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് ചാലിയത്തേക്കാണ്. കേരളത്തിൻ്റെ ടൂറിസം പദ്ധതിയിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ചാലിയം. അവിടെ പോയിട്ട് കറങ്ങി വരാം. അപ്പോൾ 1.5 മണിക്കൂറാകും. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കും. ഓക്കെ ചങ്ങന്മാരെ, അപ്പോൾ നമ്മൾ ഈ മീനെ ഇവിടെ കൊടുത്തപ്പോൾ അവർ 1.5 മണിക്കൂർ സമയം പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ പോയത് ചാലിയത്തേക്കാണ്. ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേന് 1.5 മണിക്കൂറായി. നമ്മുടെ സ്നേഹിതന്മാരൊക്കെ വന്നുകൊണ്ട് സീറ്റ് പിടിച്ചിരിക്കുന്നു കേട്ടോ. അല്ലാഞ്ഞാൽ ഈ കാര്യത്തിന് അവർ മുന്നിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത 4 മീനാണ്. 2 മീൻ തവ ചെയ്തിട്ടുണ്ട്, 2 മീൻ നല്ല ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ തലക്കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീൻ ചിലവായത്, നമ്മുടെ നാട്ടിൽ ഈ മീൻ കൊടുത്തത് 1 കിലോന് 650 രൂപയും ഇത് ഉണ്ടാക്കാൻ ഇവിടെ ചാലിയത്ത് ഹോട്ടലിൽ കൊടുത്തത് 350 രൂപ കേട്ടാ. അപ്പോൾ നല്ല അടിപൊളി 1000 രൂപക്ക് ഫ്രഷ് മീനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെ പോയിട്ടാ. ഓക്കെ.